ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങളുടെ ഒരു ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഞങ്ങളും പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്ക് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സെറ്റാണ്, പക്ഷെ ജേഴ്സി ഇട്ടിരിക്കുക. ഊരടാ നിന്റെ ജേഴ്സി, കത്തിക്കടാ നിന്റെ ജേഴ്സി. ഞങ്ങളൊരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഏറ്റുപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് അവരുടെ വീട്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ഞങ്ങൾ കരിക്കൊക്കെ പിടിച്ച് അവിടെ കുറേ സ്ഥലങ്ങളുണ്ട് അവർക്ക്. അപ്പം അതിലേക്കൂടെയൊക്കെ കുറേ നേരം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു. അപ്പം കഴിഞ്ഞ അർജൻറ്റീന മത്സരമുള്ള ദിവസമായിരുന്നു നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രസീൽ ഫാൻസും അർജൻറ്റീന ഫാൻസും തമ്മിൽ അടിയായിരുന്നു അവിടെ. അത്ര മൂത്തിട്ടില്ല. ഞാൻ വെട്ടിത്തരാം. എനിക്ക് ശീലമുള്ളൂ. ഞാൻ ഇത് പണ്ട് തൊട്ട് ഇവള് ഗർഭിണി ആയിരുന്നപ്പോ ഒക്കെ എന്റെ ദൈവം ഇത് തന്നെയായിരുന്നു എന്റെ പണി. പിന്നല്ലാണ്ട് ഇതാണ് കരിക്ക്. എനിക്ക് ശീലമുള്ളൂ, അതുകൊണ്ടാ. അടിപൊളി 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 സെറ്റ് സാധനം. ഓല വിട്ടാലാണോ വെറുതെ? അത് മറ്റേതും അതാ കഴിക്കടാ. പിന്നെ അവിടെ ഒരു കോറയുണ്ട്, അവിടെ മീനുണ്ടെന്ന് പറഞ്ഞിട്ട് മീൻ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ചൂണ്ടയൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ ഇറങ്ങി. നന്ദിയുണ്ടേ. മീൻ കിട്ടി എടുക്കാൻ പാത്രമൊന്നുമില്ല, ചാക്കെടുക്കണായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കോറി. പാറയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അവിടെ. ആ കോറിയിൽ വെള്ളം കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. അപ്പം നല്ല ഉറവയുണ്ട്. അപ്പോൾ അവിടെ മീൻ വളരുന്നുണ്ടെന്ന് അവർ നേരത്തെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നേരത്തെ തന്നെ ചൂണ്ടയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായി കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. വെള്ളം മാത്രമാണ്. അപ്പൊ ഇവിടെയോ? ഇത് വായലല്ലേ? ഇവിടെയുണ്ട്. അബി താഴെ പോലെ തികയുന്നില്ലടാ.
അബി നീ പുതിയ ടാബും എല്ലാം മേടിക്കണം. ഷെന്നിന്റെ മോന്റെ ഫോണിൽ തികയുന്നില്ല. അപ്പം ഞങ്ങൾ നിന്ന സ്ഥലത്ത് നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കരിഞ്ഞു പോകുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുക. അപ്പം ഞങ്ങൾ ബാക്കി കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 പേര് മേളിലും ബാക്കി ഞങ്ങളെല്ലാവരും താഴെ പോയി. അപ്പം ഞങ്ങൾ പോകുന്ന വഴി മൊത്തം പുല്ലൊക്കെ ആയിട്ട് വഴി മൊത്തം മൂടി നിൽക്കുമായിരുന്നു. അപ്പം മുമ്പിൽ ആളുകൾ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെ ഞാനും പോയി. അപ്പോൾ നമ്മൾ അവിടെ താഴെ എത്തി. മേളിൽ അവർ ചൂണ്ടയിടുന്നതൊക്കെ നോക്കി മീനിനെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്തിനാടാ എന്നാ നേരിട്ട് പറഞ്ഞു. എല്ലാവരും എന്നെ കോണ്ടാക്ട് ചെയ്യട്ടോ. നമ്പർ വേണമെങ്കിൽ പിന്നെ പറഞ്ഞു. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് അവർ മീൻ പിടിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കല്ല് എറിഞ്ഞൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കുറേ നേരം ഞങ്ങൾ മീൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. A few moments later. ഇവിടുത്തെ കാസ്റ്റിംഗ് കഴിഞ്ഞ് ഒന്നും കിട്ടാതെ അവരിതാ അവിടെ പോയിട്ട് കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. Two hours later. ആൽക്കമിസ്റ്റ് ഒരെണ്ണം കൊത്തുന്നത് കാണാനുള്ള ഭാഗ്യമുണ്ട്. Few inches later. ഷെന്നെ എനിക്ക് പെണ്ണ് കിട്ടിയടാ എന്ന് പറഞ്ഞൊരു ബോഡി എടുത്തിട്ട് ഉള്ളതേ നല്ലത് നോക്കി എടുത്തതാ. അതിന്റെ അത്തേ മണി കെട്ടി തൂക്കിട്ടോ നിങ്ങള്? ചെന്നെ നിങ്ങളാണ് പിന്നെ വേണം നൂഡിൽസാ. One eternity later. അങ്ങനെ ഞങ്ങൾക്ക് മീനൊന്നും കിട്ടാണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആൻറ്റി നല്ല കേക്കൊക്കെ ഉണ്ടാക്കുന്നയാളാണ്. അപ്പം ഞങ്ങൾ വരുന്നതുകൊണ്ട് ആൻറ്റി കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും കഴിച്ചു. നോക്കിയിരിക്കുന്നു. Happy birthday to you. Happy birthday to you. ചെണ്ടു കൈയടിക്ക്. Happy birthday to you. Happy birthday to you. ചുണ്ടു ഇരിക്കുന്ന ജോഷനെ ഒരു വലിയ പീസ് എടുത്തോമേ. മാ പൊളിച്ചിരിക്കും. എനിക്ക് വേണ്ട. അല്ല എനിക്ക് കുറച്ച് മതി. ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയേക്കാം. ഞങ്ങൾക്ക് 3 അതോ ഓക്കെ ഇനി ചോദിക്കാം. ചെന്നെ ഒരു പീസ് കൊടുക്കണേ. വേണ്ടെന്ന് പറയും. അവനെ നമുക്കറിയാവുന്നതല്ലേ.
നെയ്മർ ജൂനിയർ ഗൈസ് ബ്രസീൽ. വീട്ടിലെ പൊട്ടിയ അന്നാ നീ മാനങ്ങളെ മുഖത്ത് കാണിക്കാം. അയ്യോ ഗൈസ് വി ആർ ഗോയിങ് ടു ഒരു കുളം കാണാൻ പോവുകയാണ്. ആ ഇനി അടുത്ത ഷന്ന അബി എന്നെ കൊണ്ടുപോ കാട്ടു വയ്യ. ചാച്ചനോട് പറയുന്ന ചാച്ചനെ അപ്പം ഞങ്ങളൊരു 3:30 ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.